ഇവിടെ ആദ്യമായിട്ട് വരുന്നത് 2018 ഒക്ടോബറിലാണ്. ഞാനൊരു ട്രയൽ അടിക്കാൻ വേണ്ടി മാത്രമാണ് കൃപാസനം എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു കൺസൾട്ടൻ്റാണ്. എൻ്റെ ഓഫീസ് വൈറ്റിലെയാണ്. ഞാൻ 2011 മുതൽ, അതായത് 2011 വരെ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായ ദിനങ്ങളായിരുന്നു. ഞാനും ഫാമിലിയും, എനിക്ക് 2 കുട്ടികളുണ്ട്, വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2011 മുതൽ എനിക്ക് യാതൊരുവിധ ബിസിനസ്സുകളോ കാര്യങ്ങളോ സ്ലോലി ഇല്ലാതായി തുടങ്ങി. എൻ്റെ വീട്ടിൽ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത്. വീട്ടിലെല്ലാ ദിവസവും വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിക്കൊണ്ട ക്ലയൻസ് കംപ്ലീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2011, 12, 2018 വരെ ഞാൻ അനുഭവിക്കാത്ത ദുരിതങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, വീട്ടിലും ഓഫീസിലും പുറത്തും എല്ലായിടത്തും എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം തൃപ്പൂണിത്തുറ പോയിട്ട് വരുന്ന വഴിക്ക് 2018 വൈറ്റിലയിലുള്ള സെയിൻറ്റ് റാഫേൽ ചർച്ചിലൊന്ന് യാദൃശ്യമായിട്ട് ഞാൻ കയറിയതാണ്. അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴേക്ക് കൃപാസനം പത്രം അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. പോയവരുടെ ജോലി കിട്ടിയിട്ട് നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരിച്ച് കിട്ടി, ബിസിനസ് നഷ്ടപ്പെട്ടവർക്ക് അത് റിക്കവറായി തുടങ്ങി, രോഗികളായിട്ടുള്ളവർക്ക് റിക്കവറായി തുടങ്ങി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു. കാരണം ഞാൻ എൻ്റെ അവസാനത്തെ നിമിഷമായിരുന്നു അത്. ഞാൻ 2018 ഈ ഒക്ടോബർ മാസത്തിൽ ഞാൻ അവിടെ പള്ളിയിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഇനി ജീവിതം വേണ്ട, സൂയിസൈഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് യാദൃശികമായിട്ട് റാഫേൽ പള്ളിയിൽ ഞാൻ കയറിയത്. അപ്പോഴാണ് ഞാൻ കൃപാസനം പത്രം കണ്ട്. അപ്പോൾ എനിക്കതിൽ വിശ്വാസം വന്നില്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രയൽ, ഇത് അവസാനത്തെ ഒരു ട്രയലാണല്ലോ, അപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു. ഞാൻ പലരോടും അന്വേഷിച്ചു എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ കൺസൾട്ടൻസിനെ കണ്ടു. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ചേർത്തലെത്തിയപ്പോഴേക്ക് എനിക്കൊരു കോള് വന്നു. ഞാനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ റീ ഓപ്പൺ ചെയ്തുകൊണ്ടിട്ടുള്ള എനിക്കൊരു ഓപ്പണിംഗ് വന്നു. അങ്ങനെ ഉടമ്പടിയിൽ ചെറിയൊരു വിശ്വാസം എനിക്ക് വന്നു. പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഫയലുകൾ പാസ്സാകാനുണ്ടായിരുന്നു. എൻ്റെ ഫയലുകൾ ഓരോന്നായി പാസ്സായി. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ നേരെ കണ്ടു കഴിഞ്ഞാൽ വഴക്കായിരുന്നു. പക്ഷേ അതെല്ലാം റിക്കവറായി വളരെ സമാധാനം വന്നു തുടങ്ങി. 1 മാസം കൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ചേക്കാനേ ഉപരി, അതായത് എനിക്ക് വിശ്വാസമില്ലാതിരുന്ന കൃപാസനത്തിൽ ഞാൻ 110% വിശ്വാസത്തോടെ ഞാൻ വന്നു തുടങ്ങി എൻ്റെ കാര്യങ്ങൾ. അതായത് ഇതിൻ്റെ 2ാം ജന്മമാണ്. കൃപാസനം മാതാവ് പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. ഞാൻ പഴയ ഫോമിലായി എൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പഴയ രീതിയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഓരോ മാസവും 2-3 പ്രാവശ്യം ഞാനിവിടെ വരും. ഞാൻ വരുന്നത് എൻ്റെ വൈഫിനോട് കൂടി തന്നെ ആയിരിക്കും. ഞാൻ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ചേർത്തലെത്തുന്ന മുന്നേ ഞാൻ വെച്ചിരിക്കുന്ന ഫയലുകൾ ഏതെങ്കിലും ഒരു ഫയൽ എനിക്ക് സാങ്ഷനായിട്ട് എനിക്ക് മെസ്സേജ് വരും. അങ്ങനെ കൃപാസനം പള്ളിയിൽ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ പള്ളിയിൽ, ഈ മണ്ണിൽ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ അങ്ങയുടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കും. ഇത് 2018 കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകിപ്പോയി. അമ്മയെ എന്നെ ക്ഷമിക്കുക. രണ്ടാമത് എൻ്റെ മോള്, ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോഴേക്ക് എൻ്റെ മോൾക്ക് ഒരു റിസർച്ചിന് അഡ്മിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് 1.5 വർഷമായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ മോളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ടും എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴേക്ക് ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ നിയോഗത്തിൽ
കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IITM എൻ്റെ മോൾക്ക് അഡ്മിഷൻ ഓൾ ഇന്ത്യ ലെവലിൽ ആയിരക്കണക്കിന് കുട്ടികൾ എഴുതിയ എക്സാമിൽ എൻ്റെ മോൾക്ക് 3ാം റാങ്ക് ആയിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മോൾ ഈ ഒരു വാക്കൻസി അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ ഉടമ്പടി 3 മാസത്തിനുള്ളിൽ പുതുക്കിയതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു തീരുമാനമായിരുന്നു, പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ മോൾക്ക് IITM കഴിഞ്ഞ മാസം അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ എല്ലാ മാസവും 40,000 രൂപ സ്റ്റൈഫൻഡോട് കൂടി എൻ്റെ മോൾക്ക് വിത്ത് ഓൾ ഫെസിലിറ്റി എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം UK ഡെന്നിച്ചൻ. അദ്ദേഹവും ഫാമിലിയും UK പോയിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി 2 ഫെയിലിയറായെന്ന് അവിടെ പറഞ്ഞു. അദ്ദേഹം ICUലായിരുന്നു. 1 മാസത്തോളം അദ്ദേഹം ICU തന്നെയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് അദ്ദേഹം മരിച്ചുപോയി, ഇനി അതുകൊണ്ട് ഇനി ആരും പ്രതീക്ഷിക്കേണ്ട, അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് എപ്പോഴും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് 1 മാസത്തിൽ 3-4 പ്രാവശ്യം ഇവിടെ വരും. അങ്ങനെ വന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഡെന്നിച്ചനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറയാവുന്ന ഏറ്റതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡെന്നിച്ചൻ മെഡിസിൻസ് എടുത്ത് തുടങ്ങി, റിക്കവർ ആയി തുടങ്ങി. അങ്ങനെ 1 മാസത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ, മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ വ്യക്തി വളരെ സന്തോഷത്തോടെ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. 4ാമത്തെ കാര്യം 2018 തന്നെ സംഭവിച്ചതാണ്. ഞാനിവിടുന്ന് ഉടമ്പടി പുസ്തകം കൊണ്ടുപോയി എൻ്റെ ഒരു ക്ലയൻറ്റിന് കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കല്യാണമൊന്നും നടക്കുന്നില്ല, 47 വയസ്സായി. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി പത്രം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ വന്നു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റിനെ വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും വളരെ നല്ല രീതിയിൽ ഉടമ്പടി എഴുത്തിൻ്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. 5ാമത്തെ കാര്യം, എനിക്ക് ഈ ചെവിയിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഞാൻ പല ENTകളെയും കണ്ടു സംസാരിച്ചു, മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള 4-5 ENTയെ കണ്ടിട്ട് പോലും എനിക്ക് അതിനൊരു മെഡിസിൻസ് തിരികെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് അസുഖം മാറിയിട്ടില്ലായിരുന്നു. ഞാനിവിടെ പരിശുദ്ധ അമ്മയുടെ തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനറിയാതെ തന്നെ എൻ്റെ ആ ഒരു ചൊറിച്ചിൽ ഓട്ടോമാറ്റിക്കലായി അത് മാറി. ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു 10-25,000 രൂപയോളം ഞാൻ അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം പരിശുദ്ധ അമ്മ വഴി അതെനിക്ക് മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു തന്നതിന് 1000 നന്ദി. അതോടൊപ്പം തന്നെ എനിക്ക് ഈ തന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയിലേക്കും ദൈവത്തിലേക്കും അടുക്കുവാൻ വേണ്ടി മാത്രം തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാനും എൻ്റെ വൈഫും എല്ലാ ആഴ്ചയിലും ഭക്ഷണം, നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഞാൻ ഒരു 50 വിശ്വാസ പ്രമാണമെങ്കിലും എനിക്ക് ഓഫീസിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് 50 വിശ്വാസ പ്രമാണം 2 കൊന്ത എല്ലാം ചെല്ലാറുണ്ട്. പിന്നെ വെളുപ്പിനെ ഞങ്ങൾ 4:45 എഴുന്നേറ്റ്, അവധി ദിവസമാണല്ലോ, വർക്കിംഗ് ഡേ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അവധി ദിവസമാണെങ്കിൽ ഒരു ദിവസം 5 കൊന്ത വെളുപ്പിന് ഞങ്ങൾ ചെല്ലാറുണ്ട്, ബൈബിൾ വായിക്കും. എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് തിരിച്ചു തന്നു. വിശ്വാസത്തിലേക്കാണെന്ന് പറയാൻ ഞാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദിയുടെ പൂച്ചകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് നമുക്ക് സഹോദരൻ മൈക്കിൾ ജോയിയുടെ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വേറെ പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ ഒരു ട്രയൽ എന്നോണം വന്നാണ് ഇവിടെ കൃപാസനത്തിൽ. അതെ,
അതല്ലേ? അതെ അതെ, ട്രയലടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വന്നപ്പോൾ വിചാരിച്ചു ഒരു പറ്റിക്കലായിരിക്കും എന്നാണ്. വെറുതെ പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ ഇവിടെ കൂടെ വന്നേക്കാം, നോക്കാം, അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അദ്ദേഹം ചേർത്തല എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ